വോട്ടെടുപ്പിന് ശേഷം മുന്നണികളും നേതാക്കളും സ്ഥാനാർത്ഥികളുമൊക്കെ തന്നെ കണക്കുകൂട്ടലിൻ്റെ തിരക്കിലാണ്. നമുക്കൊപ്പം ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനുണ്ട്. പൊതുവേ സംസ്ഥാനത്താകെ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്, ചാലക്കുടിയിലും കുറഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് 8% കുറഞ്ഞിട്ടുണ്ട്. ഇത് ഏത് തരത്തിലായിരിക്കും ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുക? തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല. UDFൻ്റെ വിജയസാധ്യത കഴിഞ്ഞ വർഷത്തെ പോലെ ഈ പ്രാവശ്യം നിലനിൽക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും പോളിംഗ് ശതമാനം കുറയുമ്പോൾ ഉണ്ടാകുന്ന ഭൂരിപക്ഷത്തിൽ ചില കുറവുണ്ടാകും. അതൊഴിച്ചാൽ എല്ലായിടത്തും കണ്ട ഒരു ഇതാണ് പോളിംഗ് ശതമാനം കുറവ്. ഇവിടെയും ഏത് നിയമമണ്ഡലത്തിലും UDFൻ്റെ സീറ്റുകൾ വിജയിക്കുന്നത് നിശ്ചയമായി എല്ലാ സീറ്റും വിജയിക്കും. ഭൂരിപക്ഷം അല്പം കുറയുന്നത് സ്വാഭാവികമാണത്. സംസ്ഥാനത്താകെ ഈ പോളിംഗ് കുറഞ്ഞത് UDFന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടോ ഒരു തരംഗമില്ല എന്നതിൻ്റെ ഒരു തെളിവാണോ? അങ്ങനെയില്ല. UDFൻ്റെ തരംഗം മറ്റു പല കാരണങ്ങളുകൊണ്ടാണ് UDFന് കിട്ടിയ മെച്ചം. ഒന്ന്, മോഡി ഗവൺമെൻറ്റിനുള്ള ജനങ്ങളുടെ പ്രതിഷേധം. അവസാന ഘട്ടത്തിൽ മോഡി നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ ചില സമീപനങ്ങളും ജനങ്ങളുടെ ഇടയിലുണ്ടായിരിക്കുന്ന ഒരു അമർഷം. മറ്റൊന്ന്, കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ടോട്ടൽ പരാജയം. അതും ലാസ്റ്റ് വന്നപ്പോൾ ശ്രീ EP ജയരാജനെ പോലെയുള്ള ആളുകൾ BJPയുമായി നടത്തിയിട്ടുള്ള ഡീല്, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ വീണ്ടും UDFന് കുറച്ചുകൂടി അനുകൂല സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളൂ. പൊതുവേ ഉണ്ടായിരിക്കുന്നതാണ് പോളിംഗ് ശതമാനത്തിലുള്ള കുറവ്. പക്ഷേ UDFന് അനുകൂലമായ ഘടകങ്ങളൊക്കെ കൂടുതൽ പ്രസക്തിയോടുകൂടി അവസാന ഘട്ടം വരെ നിലനിന്നു. അവസാന ഘട്ടത്തിൽ കുറച്ചുകൂടി അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് UDFന് ഉണ്ടായിട്ടുള്ളത്. ചാലക്കുടിയിൽ 2019 UDFന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് ആലുവ, അങ്കമാലി മേഖലകളിലാണ്. പക്ഷേ അവിടെ ആണ് ഇന്നലെ ഏറ്റവും കൂടുതൽ പോളിംഗ് കുറഞ്ഞത്. അതായത് 10%-ലധികമൊക്കെ ആലുവയിലും അങ്കമാലിയിലുമൊക്കെ തന്നെ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകും എന്നൊരാശങ്കയുണ്ടോ? അവിടെയൊക്കെ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും വിജയത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ബാധകമല്ല. ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടാൻ പോകുന്ന ഒരു നിയോജകമണ്ഡലം ആലുവയായിരിക്കും, അങ്കമാലിയായിരിക്കും. കമ്പാരിറ്റീവ്ലി കുറേ കുറവുണ്ടാവും. അതൊഴിച്ചാൽ ഞങ്ങളുടെ ഭൂരിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നിലവിൽ ഈ പെർസെൻറ്റേജിൽ വെച്ച് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന ആലുവ, അങ്കമാലി തുടങ്ങിയ മേഖലകളായിരിക്കും. അതൊന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDFൻ്റെ വിജയത്തെ ഇതൊന്നും ബാധകമല്ല. ഈ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണയുള്ളൊരു പ്രത്യേകത 2020 സാന്നിധ്യമാണ്. മാത്രവുമല്ല കഴിഞ്ഞ തവണത്തെ പോലെ കുന്നത്തുനാട്ടിൽ വലിയ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അത് ഏത് തരത്തിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം 2020 എനിക്കെതിരായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിലും അവരുടെ വോട്ടുകൾ, അവർക്ക് കിട്ടാവുന്ന വോട്ടുകൾ മുഴുവൻ അവർ ഇടതുപക്ഷം സ്ഥാനാർത്ഥിക്കാണ് കൊടുത്തത്. ഈ പ്രാവശ്യം സ്ഥാനാർത്ഥി നിർത്തി. കുന്നത്തുനാട്ടിലെ പോളിംഗ് സൂചിപ്പിച്ചാൽ ഏത് കാലഘട്ടത്തിലും, ഇപ്പോൾ എനിക്ക് കുന്നത്താട് ഇവിടെ എറണാകുളം ജില്ലയിലെ കഴിഞ്ഞ എത്രയോ വർഷക്കാലത്തെ പരിചയ സംബന്ധത വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഏത് കാലഘട്ടത്തിലും എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കുന്ന മറ്റ് നിയോജകമണ്ഡലമാണ് കുന്നത്താട് നിയോജകമണ്ഡലം. ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത് അവിടെയാണ്. അവിടുത്തെ പോളിംഗ് ശതമാനത്തിലുണ്ടായിരിക്കുന്ന വർധനവും കുറവും ഒന്നും 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ ഒരു ഇതിന് അനുകൂലമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അവിടെയും ഈ പ്രാവശ്യം സാധാരണഗതിയിൽ പോലെ കുന്നത്തുനാടിലും UDF ലീഡ് ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇന്നലെ പോളിംഗ് ദിവസം EP ജയരാജൻ്റെ പ്രസ്താവനയും അതിന് പിന്നാലെ മുഖ്യമന്ത്രി തള്ളുകയും ഒക്കെ ചെയ്തു. അത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഈ തിരഞ്ഞെടുപ്പിൽ അത്തരം ഒരു ഡീലുണ്ട് എന്ന് തന്നെയാണോ UDF പറയുന്നത്? സ്വാഭാവികമാണല്ലോ. EP ജയരാജനെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞെങ്കിലും EP ജയരാജൻ്റെ എടുത്ത നിലപാട് മുഖ്യമന്ത്രി കൂടി അറിഞ്ഞിട്ടുള്ളതാണ്. അവസാനം തള്ളി പറയുന്നതാണ്. നമ്മൾ അന്വേഷിക്കേണ്ടത്, നമ്മൾ വിലയിരുത്തേണ്ടത് EP ജയരാജനെ പോലെയുള്ള ഒരു പ്രമുഖനായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, ശ്രീ പിണറായി വിജയനുമായിട്ട് ഏറ്റവും കൂടുതൽ ആത്മബന്ധമുള്ള നേതാവ്, BJP നേതൃത്വവുമായി സംസാരിച്ചപ്പോൾ EP ജയരാജനെ BJPയുമായുള്ള ബന്ധത്തിനൊരു പാലമാക്കി മാറ്റിയത് ആരാണ്? അത് ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. അവസാനം കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ തള്ളി പറയുന്നതാണ്. പക്ഷേ ബന്ധമുണ്ടാക്കിയതും ബന്ധത്തിന് വേണ്ടി നിയോഗിച്ചതും ശ്രീ പിണറായി വിജയൻ്റെ അറിവോടുകൂടി ആയിരിക്കുമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. K മുരളീധരൻ അടക്കം പറയുന്നത് ഈ 18 സീറ്റുകൾ LDFനും 2 സീറ്റുകൾ BJPക്കും എന്ന തരത്തിലാണ് ഈ ഡീലെന്നാണ്. അതേ ഒരു ആരോപണം തന്നെയാണോ പൊതുവെ UDFനുള്ളത്? ഞാൻ എത്ര സീറ്റിൻ്റെ ഡീലെന്നുള്ള BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഡീലുണ്ട്. പക്ഷേ ആ ഡീൽ പുറത്തു വന്നു. ആ ഡീൽ പുറത്തു വന്നതുകൊണ്ട് ജനങ്ങൾ ആ ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇത് പുറത്തു വന്നത് രണ്ട് കൂട്ടർക്കും, BJPക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും ദോഷം ചെയ്യുമെന്നുള്ള കാര്യത്തിലാണ് ഇതിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത്.
ഇത്തവണ BJP അക്കൗണ്ട് തുറക്കുമോ കേരളത്തിൽ? ഒരു കാരണവശാലും തുറക്കില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ തുറക്കാനായിട്ടുള്ളത്. കണക്കുകൂട്ടൽ പൂർത്തിയായില്ല എന്നറിയാമെങ്കിലും അവസാന ഒരു പ്രാഥമിക വിലയിരുത്തൽ അനുസരിച്ച് ചാലക്കുടിയിലെ ഭൂരിപക്ഷത്തെക്കുറിച്ചൊരു ധാരണ കിട്ടിയോ? ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ഞാൻ ജയിക്കും. അത്ര ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ജയിക്കും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കണക്കുകൂട്ടലിലാണ് സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ നേതാക്കളും ഒക്കെ തന്നെ. എന്തായാലും വിജയം ഉറപ്പാണ് എന്നാണ് ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥിയായ ബെന്നി ബെഹനാൻ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം ചാലക്കുടിയിൽ നിന്നും റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ.